ഈയപ്പൻ ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നു മക്കളെ. എന്ത് പറ്റിയെന്ന് വെച്ചാല് നമ്മളെ MRC-ലെ കണ്ടികളെ തിരക്കി ഇറങ്ങിയതാ. അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ ആരെങ്കിലും അറിയോ? അറിയില്ല മക്കളെ. ഈ ആ കുടുംബത്തിൽ ആരും അറിയത്തില്ല. എനിക്കറിയും, പക്ഷെ എനിക്കറിയില്ല അവരിപ്പോ ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാണേ, ദയവ് ഇത് എനിക്ക് റെസ്പെക്ട് വേണ്ട ആരുടെയും. എന്നോടുള്ള റെസ്പെക്ട് പോയെന്നൊന്നും പറയല്ലേ. എന്റെ ഗ്യാങ്ങിനോട് തൊട്ട് കളിച്ച എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് അപ്പാപ്പനെ. പുള്ളി എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വീഡിയോ കിക്കിൽ ഞാൻ കിക്ക് ആവും തോന്നുന്നു. എനിക്ക് പുള്ളി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമാണ്. പുള്ളി കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞ് വിഷമിക്കാതെ പറയണത് എന്റെ അടുത്ത്. പുള്ളി അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ ഈ സിറ്റുവേഷനിൽ. ബ്രോ ഇത് വുൾഫിയാണേ. വുൾഫി പറ. ഞങ്ങളെ ഒന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ ഞങ്ങളൊരു സിറ്റുവേഷനിലായി പോയി. ആയോ? സിറ്റുവേഷനില്ല. ആണോ? ഓക്കെ ശരി. ഇറങ്ങല്ലേ. ഇതിനകത്ത് വേറെ ആരുണ്ട്? അപ്പാപ്പനുണ്ടോ? നീ ഉണ്ടോ? ഇവന്മാരെ എവിടെയെങ്കിലും ഉണ്ടോന്ന് കണ്ടുപിടിച്ചാടാ. എവിടെയെങ്കിലും ഉണ്ടോന്ന് ഇവന്മാരുടെ വണ്ടിയോ എല്ലാം. ഇവന്മാരെ ഗ്യാങ് ഹൗസ് എവിടെയാടാ? ഇവന്മാരെ ഗ്യാങ് ഹൗസ് എവിടാ? അല്ല ഇവന്മാർക്ക് എന്തോ വീടോ എന്തോ ഇല്ലേ? ആ ടെമ്പററി ഗ്യാങ് ഹൗസ് എവിടാ? ഏത് സൈഡാ? ഇവരുടെ ഗ്യാങ് ടെമ്പററി ആണ് ഈ സിറ്റിയില്. അധിക നാളില്ല ഇപ്പൊ. അതെ പുതിയ ലീഡറൊക്കെ വരുമ്പോ മറ്റേ മാച്ച് ഇറക്കാൻ വേണ്ടി ഇന്നലെ കയ്യിൽ കണ്ണില്ലെന്ന് പിന്നെ ഓർത്തത്. കൺസൈൻമെന്റ് തൂറിയില്ല ഇന്നലെ. എടാ ഈ സിറ്റിയിൽ PD ആയിട്ട് കൺസൈൻമെന്റ് തോറ്റ ആദ്യത്തെ ഗ്യാങ് എന്നുള്ള അവാർഡ് അപ്പൊ അതൊന്ന് കൊടുക്കണേ. ഹാൻഡ് ഓവർ ചെയ്യണേ സെർവർ സൈഡിൽ നിന്ന്. സെർവർ സൈഡിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്യണേ ഒരു പൊൻതൂലായിട്ട്. അതല്ലടാ എല്ലാ ആഴ്ചയും നറുക്കിട്ടാ ലീഡറിനെ എടുക്കുന്നത്. അല്ല എന്നിട്ട് അവന്റെയൊക്കെ കോണ കേട്ടാത്തോന്നു അവൻ മറ്റേ ജയിച്ചു നിൽക്കുന്ന ഇവിടുത്തെ അപ്പാപ്പനാണെന്നോ എന്റെ അപ്പാപ്പൻ. പോലും കാണത്തില്ല അവന്. കുനിഞ്ഞു നിൽക്കാനാ അവനെ. കേട്ടില്ല ഞാനിത്. പിന്നെ ഞാൻ അപ്പാപ്പൻ പറയുമ്പോഴാണ് അറിയണേ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല. ഞാൻ ഇവ കൊണച്ചു തുടങ്ങിയപ്പോ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു. ഓൾറെഡി ഞാൻ കൊണച്ചു തുടങ്ങിയപ്പോ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതുപോലെ നിന്റെ കറണ്ട് വരുമ്പോ നിനക്ക് തല്ല് തരാന്നുള്ള രീതിയില്. എടാ ഇവന്മാരുടെ മറ്റേ ഗ്യാങ് ഹൗസിന്റെ ഏരിയ ഒക്കെ ഒന്ന് നോക്കൂടാ. അവിടെ ആരുമില്ല. എവിടെ? സാറല്ല MRC-ലെ കണ്ടികളെ വല്ലതും കാണുവാണെങ്കിൽ ഒന്ന് പറയണേ. എവിടെ എവിടെയും കാണുവാണെങ്കിൽ തീട്ടങ്ങളോടെല്ലാം കാണുവാണെങ്കിൽ ഒന്ന് പറയണേ. അവൻ അപ്പാപ്പനെ വിളിച്ച് കൊണച്ചായിരുന്നേ അവന്റെ വർത്താനം. അവിടുത്തെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് അപ്പാപ്പൻ. മറ്റേ കോപ്പീഡ് ഒന്ന് പറയണേ. ഇവിടെ ഹലോ പറയടാ. അവന്മാരെ അവിടെ വെച്ച് ഉണ്ടായിരുന്നു. അവന്മാര് മറ്റേ ഈ ഔട്ട് എടുത്ത് മറ്റേ ഡ്രസ് മാറി നടക്കുവോ?
എവിടെ ഇവിടെ ആണാ അവരെ എന്ത് ഡ്രസ് ഇട്ടേക്കുന്ന വല്ല അറിയോ? അതാ പറഞ്ഞത്, അത് ഒന്നായിട്ട് പറയാനില്ലേ. അവിടെ നമ്മളെ ഫ്രണ്ട് ഏത് ഏത് ഇവിടെ വെച്ചിട്ടാ മാറുന്നത്? നിങ്ങൾ ചോദിച്ചിട്ട് പോയില്ലേ? ഓക്കെ 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 ഓക്കെ. ഇത്ര ഉള്ളടാ അപ്പി. നീയൊക്കെ നീയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ ഈ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നവന്മാരുടെയൊക്കെ തൻ്റെ ഇത്രേ ഉള്ളൂ. മനസ്സിലായ? ഒന്ന് അടിക്കാൻ ഇറങ്ങിയ പേടിച്ച് ഉടുപ്പൂരി ഓടുന്നവന്മാർക്ക് വേണ്ടിയാണ് നീയൊക്കെ സംസാരിക്കാൻ നടക്കണേ. അത് മാത്രം ജസ്റ്റ് മനസ്സിലാക്കിയാ മതി. ആ അതെ അതെ. ഏത് ഡ്രസ് ഷോപ്പ്? ടി വി ഡ്രസ് ഷോപ്പിന്റെ അപ്പുറത്ത്? ബൈക്കിലോ ബൈക്കിലോ ബൈക്കിൽ ടി വി ഡ്രസ് ഷോപ്പിന്റെ അപ്പുറത്ത് നോക്കിയടാ. നേരെ പോയി അടിക്കല്ലേ, നേരെ പോയി അടിക്കല്ലേ, നേരെ പോയി അടിക്കല്ലേ. അടിക്കാൻ പറ്റൂല. ഞാൻ ആലോചിക്കുന്നത് ഇമാതിരി കണ്ടികൾക്ക് വേണ്ടി കമന്റ് ബോക്സിലും അവിടെ ഇവിടെയൊക്കെ പോയി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗതികേടാണ്. കഷ്ടം. അടിക്കല 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 അടിക്കല. സംസാരിക്കും സംസാരിക്കും സംസാരിക്കും. അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ എവിടെടാ രായ? എവിടെടാ രായ? എവിടെ രായ പറ, ഞങ്ങളോട് വരാം. എവിടാന്ന് പറ. മറ്റേ ഡ്രസ് ഷോപ്പില്ലേ, ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോ ഒരു ഹെയ്റ്റ് കിടപ്പുണ്ട് പീടിയില്. അവിടെ ഉണ്ട് നമ്മുടെ ടി വി ഡ്രസ് ഷോപ്പ്. ഒന്ന് പിങ് ചെയ്തേ, പിങ് ചെയ്തേ. ഇല്ല അവൻ കേറില്ല, അവൻ കേറില്ല, അവൻ കേറില്ല, കേറില്ല. മറ്റേ സംഭവം ഓൺ ആക്കിട്ടില്ല, അതുകൊണ്ട് വരുമെന്ന് പറഞ്ഞോ പിങ്. ഹലോ MRC കണ്ടികളായിരുന്നല്ലോ. എടാ അവരെ എവിടെയെല്ലാം കണ്ടോടെ? ഏതാ കണ്ടികളെ? MRC കഴിവില്ലാത്ത കണ്ടികളെ എവിടെയെങ്കിലും ഒന്ന് കാണുവാണെന്ന് പറയണേ. നിങ്ങൾ കണ്ടായിരുന്നോ MRC കഴിവില്ലാത്ത കണ്ടികളെ ആരെങ്കിലും? നട്ടലില്ലാത്തവന്മാരാരെങ്കിലും കണ്ടായിരുന്നോ? എന്താ വണ്ടി എടുത്ത് പോണേ? എന്താ? ഹലോ സംസാരിക്കൂലേ? ഒന്ന് കൈ പൊക്കിയിട്ട് ഒന്ന് മാറിപ്പോ അലിസ. വണ്ടി അത് തന്നെ കഷ്ടം തന്നെ. ബായില്ലേ ബാക്കിയാത്ത കഴുകാൻ പോകുന്നു ഇവൻ തലയിട്ട് കഴുകാലോടാ. എന്തോ കേട്ടില്ല, എന്തോ കേട്ടില്ല, കേട്ടില്ല. അല്ലെ പുറത്തിരിക്കുന്ന ആളുടെ പേരെന്താ? ഇവരുടെ പേരെന്താ? മാലിക്. ഓക്കെ 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 ഓക്കെ. മാലിക് ഏതൊരു ഫാമിലിയിലുള്ള ആളാണോ? പൊട്ടനാടാ. ഹലോ ബ്രോ, പൊട്ടനാണോ? ഹലോ ഏതൊരു ഫാമിലിയിലുള്ള ആളാണോ? ഹലോ ഈ കണ്ടിട്ട് ചെവി കേൾക്കൂല്ലേ ഇവന്? തോളത്തിരിക്കുന്ന വെളിയിൽ താഴോട്ട് ഇറങ്ങിയേ. ഇപ്പൊ കത്തിപ്പോ. എന്താ പേടിച്ചോടാ നീയൊക്കെ മറ്റേ മെസ്സ് അടിക്കുന്ന അണ്ണന്മാരെന്താ വരാത്ത? ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിക്കണേ? ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുവോ നിന്റെയൊക്കെ അണ്ണന്മാര് വരാൻ വേണ്ടി. മനസ്സിലായ? വരുവോ വരുവോ വരുവോ? നീയൊക്കെ ആർക്ക് വേണ്ടിയാ കിടന്ന് കുരക്കണേ? ഇവന്മാര് ഇത്രേ ഉള്ളൂ. മനസ്സിലായ? ഇത്രയും വലിയ തീട്ടങ്ങളാണ് നീയൊക്കെ ഇതിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാര് നമ്മളെ എന്തോ ചെയ്തു കളയും, എന്തോ ഇതാക്കുമെന്ന്. ഇത്രയും വലിയ തീട്ടങ്ങളെ. ഇനിയെങ്കിലും ബ്രെയിൻ യൂസ് ചെയ്യണം മക്കളെ. ഇനിയെങ്കിലും ബ്രെയിൻ യൂസ് ചെയ്യും. ഇങ്ങനെ വന്ന് വെല്ലുവിളിച്ചാൽ പോലും അടിക്കാൻ പേടിയുള്ളവന്മാരാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായ? നീ ഒന്നും മെസ്സ് അടിക്കാൻ നിൽക്കരുത്. അടിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലോ ടയർ ഗ്യാങ്ങിന്റെ അടുത്ത്, നമ്മളടുത്തല്ല. മനസ്സിലായ? അടിച്ച് ഇതുപോലെ കൊടുക്കും, ഇങ്ങനെ കൊണ്ട് നിർത്തും. പെണ്ണിന്റെ തോളത്ത് ഇരിക്കേണ്ടി വരും. എന്താ ഇങ്ങനെ കണ്ട? പെണ്ണിന്റെ തോളത്ത് കയറി ഇരിക്കേണ്ടി വരും. പെണ്ണിന്റെ തോളത്ത് കയറി. നിന്റെയൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടിന് നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ആർക്കാണെന്ന് എനിക്കറിയാം. മനസ്സിലായ? ഞങ്ങളുടെ കാര്യം നോക്കി പോകുമ്പോഴേ ഇന്നലത്തെ സിറ്റുവേഷൻ ഓക്കെ ഞാൻ പറഞ്ഞു രണ്ടാമത് അത് കാണിച്ചു തന്നേ പോകത്തുള്ളൂ.
രണ്ട് സൈഡിലും ലേറ്റ് കഴിഞ്ഞ ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്നത് പോലും. അവനൊന്നും സംസാരിക്കൂലടാ, അവനൊക്കെ സംസാരിക്കില്ല, അവനൊക്കെ ആ നട്ടല്ലേ ഉള്ളെന്നൊക്കെ വിചാരിച്ചാൽ മതി. ഇവനൊന്നും സംസാരിക്കും. ഞാൻ ബീവ കടിയാണ് Odin bro, thank you so much for the money to give me membership gift. Thank you so much. അണ്ണാ ഇതാണ് ഓടിച്ചിട്ടടിക്കല്. ഓടിച്ചിട്ടടിക്കല് ഇനി കാണാൻ പോണേ ഉള്ളു ബ്രോ. ഓടിച്ചിട്ടടിക്കല് അവനെങ്കിലും വാ തുറക്കണ നട്ടലുള്ളവൻ തന്നെ അടി. ഇല്ല അണ്ണാ ഇവൻ മിണ്ടതില്ല പാവാ നമ്മളെല്ലാരും പാവങ്ങളാ. നമ്മളെല്ലാരും പാവാ. നമ്മളെല്ലാരും പാവാ. നമ്മളെ പാവ കണ്ണനെ ഞാനൊക്കെ മുട്ടം മാരൊന്നും മിണ്ടത്തില്ല മറ്റൊന്നും മിണ്ടത്തില്ല ഇവിടെ അമ്മേരുണ്ട് കൂട്ടം കണ്ട ആ ചെല 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 ഞാൻ പോവാം. അല്ല ഇപ്പൊ ബ്രോ ലീഡർ അടുത്ത നറുക്കെടുപ്പ് നീ ആയിരിക്കും ലീഡർ. ആഴ്ച ലീഡർ വരണ്ട ഗതികേടാടാ. അവരാതെന്താ ഞാൻ കാണിച്ചു തരാം. അവന്മാരെ കൊണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നും മിണ്ടണ്ട. നീയൊക്കെ കണ്ടോ, നീയൊക്കെ കണ്ടോ അവരാതെന്താന്ന് നീയൊക്കെ കണ്ടോ. നാട്ടിലുള്ള ലീഡർ ഒന്നും ഇല്ലടാ. ഇന്ത്യക്ക് ഉറപ്പ് കാണട്ടെ. നിന്റെ ലീഡറിനെ നാളെ ഇന്ത്യക്ക് ഉറപ്പ് കാണട്ടെ. എന്തൊരു ഗതികേറാ നിന്റത്. വല്ലാത്തൊരു ജീവിതം തന്നെ, വല്ലാത്തൊരു ജീവിതം. പിന്നെ നല്ല കൊരയാണവൻ. നല്ല രണ്ടാഴ്ച മുമ്പ് ആര് ലീഡർ ഇപ്പൊ സിറ്റിയിലില്ല. അല്ല നീ രണ്ടാഴ്ച നീ ആരെയാണ് ലീഡർ എന്ന് വിളിച്ചേ? രണ്ടാഴ്ച ലീഡർ കണ്ണാപ്പി ഇല്ലാത്ത ചോദിക്കരുത്. വേറെ ഉള്ളതിനെ പറ്റി ചോദിച്ചു. എവിടെ നിന്റെ മറ്റേ മൂത്തപ്പ പിന്നെ ഈ മൂത്തപ്പന്മാരൊക്കെ ഉണ്ടോ? നിന്റെ തലയിൽ ലൈറ്റ് ഇട്ടോണ്ട് നടക്കണ ഒരുത്തുണ്ടല്ലോ അവടെ കുറുക്കുറ വന്നിരിക്കുന്ന പാപ്പൻ കുറുക്കുറ പോയാ 1 2 3 4 5 6 കൂട്ടത്തിൽ ഒരുത്തനായിട്ട് അവരാധിച്ച് കുഴിപ്പിച്ചോണ്ടിരിക്കുക. ഞാനൊക്കെ ഉറക്കത്തിൽ നിന്നാണേലും വരും എന്റെ ഗ്യാങ്ങിൽ ഒരുത്തനെ തൊട്ട. അത് കണ്ടിട്ടുള്ളതാ. TV ഓഡിയൻസ് അത് കണ്ടാ വളർന്ന എന്തായാലും. സിറ്റിന്ന് എല്ലാരും പോയതാ. അപ്പാപ്പൻ ഹേർട്ടായെന്ന് പറഞ്ഞപ്പോ കേറിയത് കണ്ടോ? വന്ന് നിൽക്കുന്നുണ്ട് 24 പേര്. ഇനിയും വരും. ഇനി ഞാനിപ്പോ ഞാൻ ഒന്ന് ഷൗട്ട് ചെയ്ത് ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ ഇനിയും വരും. ഇത് 30-35 ആക്കാൻ എനിക്കറിയാം. അതാണ് നീയൊക്കെ പറഞ്ഞ ലെഗസിയുടെ ഡിഫറൻസ് ഇല്ലേ, മാസക്കണക്കില്ലേ, അതിന്റെ ഡിഫറൻസ് അവിടെയാ. മനസ്സിലായടാ? മനസ്സിലായ? ആ മാസക്കണക്കിന്റെ ഡിഫറൻസ് അവിടെയാ. മാസത്തിന്റെയും വർഷത്തിന്റെയും ഇടയ്ക്ക് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ബോണ്ട്, അതിന്റെ ഡിഫറൻസ് അവിടെയാ. അതിങ്ങനെ ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല. ഇല്ല ഞാൻ വേറെ മറ്റേ കണ്ടി വരട്ടെ. മറ്റേ കണ്ടി വരുമ്പോ ഞാൻ അവനോട് സംസാരിച്ചോളാം. അപ്പാപ്പനോട് പറഞ്ഞതിനുള്ളത് ഞാൻ അവന് കൊടുക്കും. ബാക്കിയുള്ളവന്മാരെല്ലാം ബാക്കിയുള്ളവർ കുറച്ചൊന്ന് മാറി കുറച്ചൊരു മാറിയില്ലേ.
അവനെ അപ്പാപ്പന്ന് വിളിക്കില്ല, അവനെ അപ്പൂപ്പാന്ന് വിളിക്കുക. അവനെ അപ്പൂപ്പ, അവനെ അപ്പിപ്പാപ്പാന്ന് വിളിച്ചാൽ മതി. അവനെ അപ്പിപ്പാപ്പാന്ന്. അപ്പൂപ്പാന്ന് തന്നെ വിളിക്കാം. ചേച്ചി വേണ്ട, അവൻ അരിപ്പൂറാന്ന് വിളിക്കും. ഈ കണ്ടാറോ എവിടുന്ന വരുന്നു? അടിനാബിന്ന് ചവിട്ടി ഇളക്കുന്നു. ഇല്ലില്ല അതൊന്നുമില്ല വയസ്സാകാലത്ത് ചെവി പോയി കേട്ടോ, ചെവി പോയി അയാളെ കേൾക്കണത്. നീ ഒരു കാര്യം ചെയ്താൽ മതി. ആ കണ്ടി നിന്റെ ആ കണ്ടി പാപ്പം വരുമ്പോ പറയുമ്പോ അവനെ എവിടെ കണ്ടാലും വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ ടിവിയെ. ആ പ്രശ്നമൊക്കെ ഞാൻ അവനോട് പറഞ്ഞാ മതി. നീ ഇവന്റെ തല്ലുള്ളി അപ്പിപ്പാപ്പന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അവനെ എവിടെ കണ്ടാലും വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞേരെ. എടുത്തോണ്ട് പോടാ, ഇവിടുന്ന് പോവാം. വാ കോക്കു, നീ അതിന്റെ ഇടയ്ക്ക് വാ തുറക്കില്ലടേ. ബാക്കി ആരും പറഞ്ഞ കേൾക്കില്ല. വാടാ, വണ്ടി കയറി. ഇവിടെ പീടി എടുത്ത് സംസാരിക്കില്ലേ, വണ്ടി കയറി. വാ ആമില്ലാത്ത അപ്പാമ്മ പറയണേ. ഇത്രയൊക്കെ പറയില്ല, ചോദിക്കാൻ വരാനില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അവന്മാരവിടെ അതിനൊക്കെ കൊള്ളുള്ളടാ, ഈ തല്ലുകളെയും കൊണ്ട് അതിനൊക്കെ കൊള്ളുള്ളൂ. അവനൊക്കെ അവിടെ പോയി കൊണച്ചോണ്ടിരിക്കട്ടെ, അവിടെ ഇരുന്ന് കറങ്ങട്ടെ. ഇപ്പൊ മനസ്സിലാവന്മാർക്ക് നമ്മളവന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഈട്ടപ്പട്ടികള് അല്ല, അവൻ കോണ കഴിച്ചിട്ട് അവൻ സിറ്റിന്ന് ഇറങ്ങി പോയി. ബാക്കിയുള്ള അവന്റെ കൂട്ടത്തിലെ പിള്ളേരായിട്ട് പുഴിപ്പിച്ചിട്ട് പോലെ അവൻ കേറി വന്നോ നോക്കി. അവൻ അച്ചി കണ്ടി മാസടിച്ചോണ്ട് വരും. ഗ്യാങ്ങോസി പറയലാണോ? ഗ്യാങ്ങോസി വന്നേ. ചന്ദ്ര പീടി വണ്ടി എടുത്തോണ്ട് വരല്ല. ചന്ദ്ര എടാ ചന്ദ്ര, ഈ ചന്ദ്ര വണ്ടി ഓടി കൊണ്ടാ പൂണ്ടച്ചി. ഇതിലില്ല, റെഡിയിലില്ല, കുറച്ചിട്ട് കാര്യമില്ല. ഇറങ്ങി തന്നെ പോയി പറയണം. അല്ല കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോട്ടെ. ഇന്നലെ അവന്മാരെ കോണ കുറച്ച് കൂടുതലായിരുന്നു. അടിച്ചു പോണ ചന്ദ്ര ഫയറിനും കോപ്പി ഇരുന്നോണ്ടാ. നീയൊക്കെ ചോദ്യം ചെയ്ത ലെഗസിക്കുള്ള റിപ്ലൈ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആർപ്പിക്കകത്ത് തന്നെ ഞാൻ പറയുക. ഇതുപോലെ വന്ന് നിൽക്കുന്നതായിരുന്നു എന്റെ പിള്ളേർ. ഞാൻ വിളിച്ച കൂടിപ്പോ 5 മിനിറ്റ് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ ഇതുപോലെ കൊണ്ടിട്ട് അപരാധിക്കില്ല. ഒരുത്തനും അപരാധിക്കുന്നതിന്റെ ഒന്നെങ്കിൽ ഹോസ്റ്റൽ അടിച്ച് കൊണ്ടുപോകണം. ഹോസ്റ്റൽ അടിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഹോസ്റ്റൽ അടിക്കാത്തിടത്തോളം കാലം നമ്മളടുത്ത് ഒരുത്തിന് ഇങ്ങനെയൊന്നും കുണക്കത്തില്ല സിറ്റിക്കകത്ത്. അതിന് ആരാണെങ്കിലും മനസ്സിലായ. ലെഗസി ചോദിച്ചവന്മാരുടെ അടുത്ത് ഇവിടെ ഒന്ന് സേവ് ചെയ്യടാ. ഇവിടെ